Hello and welcome back. Let's talk about an article written by Neil deGrasse Tyson. The title of the article is On Earth as in the Heavens. He is an astrophysicist, a science communicator, as well as a writer. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഈ ആർട്ടിക്കിളിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വേയിൽ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസിൻ്റെ യൂണിവേഴ്സാലിറ്റീനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേർക്ക് സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും ഒക്കെ വിശ്വസിക്കാനായിട്ട് താല്പര്യം കാണും. സർ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കണ്ടുപിടിക്കുന്നതിന് മുൻപായിട്ട് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏർത്തിന് ഒരു റോള്, ബാക്കി സ്വർഗമായാലും ഹെവനാണെങ്കിലും സെലസ്റ്റിയൽ ആയിട്ടുള്ള വേറെ എന്ത് കാര്യങ്ങളായാലും അതിനെല്ലാം മറ്റൊരു റൂളും എന്നാണ്. കാരണം ക്രിയേറ്റർ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തിയോളജിക്കലി ബിലീവ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഹെവനിൽ നടക്കുന്ന പ്രോസസ്സും കാര്യങ്ങളും ഒന്നും ഹ്യൂമൻ ബീങ്സിന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണെന്നൊക്കെ അവർ പറയാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ ആ സമയത്താണ് സർ ഐസക് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ താഴേക്ക് വീഴാനായിട്ട് ഏത് ഫോഴ്സാണോ ഹെൽപ്പ് ചെയ്യുന്നത് അതേ ഫോഴ്സ് തന്നെയാണ് സെലസ്റ്റിയൽ ബോഡീസിൻ്റെ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റിനെയും ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതേ ഫോഴ്സ് തന്നെയാണ് എന്ന് സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു. മൊത്തം സോളാർ സിസ്റ്റത്തിൻ്റെ കേസ് എടുത്തു നോക്കിയാലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ ഫിസിക്സിൻ്റെ ഒരു ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാക്കിയത് സർ ഐസക് ന്യൂട്ടൺ ആണെന്ന് നമുക്ക് പറയാം. ഇതേ ലോ തന്നെ എല്ലായിടത്തും ആപ്ലിക്കബിളും ആണ്. ഇങ്ങനെ ന്യൂട്ടൺ പറഞ്ഞതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. തിയോളജിക്കലി എല്ലാത്തിനെയും അനലൈസ് ചെയ്യുന്ന, അതായത് എല്ലാത്തിനകത്തും ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ എല്ലാം സയൻസിൻ്റെ ബേസിസിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഒരു ഡിവൈൻ ഫോഴ്സിനൊരു ഗ്യാപ്പേ നിങ്ങൾ കൊടുക്കുന്നില്ല. അത് അവരുടെ പല പല ഫിലോസഫിക്കും എതിരായിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി അതാണ് പറയുന്നത്. ഇനി വരുന്നത് 19th സെഞ്ച്വറിയിലാണ് പ്രിസത്തിനുള്ളിലൂടെ ലൈറ്റ് കടത്തിവിട്ടിട്ട് റെയിൻബോ പോലത്തെ പല കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന, സ്പെക്ട്രം ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഓരോരോ ഡിസ്കവറീസ് നടന്നത്. സയൻസ് സ്റ്റുഡൻസിന് പ്രിസം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ലൈറ്റ് ഉള്ളിലൂടെ കടന്നു പോയിട്ട് അത് അപ്പുറത്തെ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് വിബ്ജിയോർ പോലെ പല കളേഴ്സായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അത് എങ്ങനെയാണ് എന്നുള്ള ഡിസ്കഷൻസ് ആ സമയത്ത് തുടങ്ങി. ഒരു വിഷ്വൽ പ്ലഷർ തരുന്ന ഇൻസിഡൻറ്റ് എന്നതിലപ്പുറം അതിനകത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ആ ലൈറ്റിൻ്റെ സോഴ്സ് ഉണ്ടല്ലോ, ആ ലൈറ്റ് എമിറ്റിംഗ് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ പല ക്വാളിറ്റീസും ഫീച്ചേഴ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ പ്രിസം വഴി അല്ലെങ്കിൽ ആ സ്പെക്ട്രം വഴി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജസ്റ്റ് കാണേണ്ട ഒരു കാഴ്ച മാത്രമല്ല, നമുക്കതിൻ്റെ സോഴ്സ്, അതായത് സണ്ണിൻ്റെ ലൈറ്റ് ആണെങ്കിൽ ഈ സണ്ണിനെ പറ്റിയിട്ടും നമുക്ക് പല പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അതുവഴി. ഒബ്ജക്റ്റിൻ്റെ കെമിക്കൽ കോമ്പസിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും ഈ സ്പെക്ട്രം അനലൈസ് ചെയ്യുന്നതിലൂടെ സയൻറ്റിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് വഴി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സണ്ണിനുള്ളിലുള്ള കുറേ കെമിക്കൽ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഏർത്തിലുമുണ്ട്. ഐഡൻറ്റിക്കലായിട്ട് പല പല എലമെൻറ്റ്സും ഉണ്ടെന്ന് അങ്ങനെ സയൻറ്റിസ്റ്റ് മനസ്സിലാക്കുന്നുണ്ട്. ലൊക്കേഷൻ ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, സൈസ് ആയിക്കോട്ടെ, അപ്പിയറൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, രണ്ടും രണ്ട് എക്സ്ട്രീം എൻഡ്സിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് സണ്ണും ഏർത്തും എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ അതിനകത്ത് സെയിം ബേസിക് എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളെപ്പോഴും വണ്ടർ അടുപ്പിക്കുന്നത്. ലൈക്ക് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, കാൽഷ്യം, ഇതെല്ലാം സെയിം ടു സെയിം അവിടെ ഇവിടെ ഉണ്ട്. അവിടെ നോക്കിയേ, മറ്റൊരു ഡിവൈൻ തിയറിയാണ് അവിടെ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയുന്നത്. എന്താണെന്ന് വെച്ചാൽ, സെലസ്റ്റിയൽ ബോഡീസിനകത്ത് നമുക്കൊന്നും അറിയാത്ത ഡിവൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ബേസിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈൻ തിയറി ഉണ്ട്. ആ ഡിവൈൻ തിയറി തെറ്റാണെന്ന് ഇപ്പോൾ ഫിസിക്സ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടുപിടിക്കുന്നത് ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഫിസിക്സിൻ്റെ ലോസ് ആണെങ്കിലും തിയറീസ് ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം യൂണിവേഴ്സൽ ആണെന്ന് മനസ്സിലാക്കാം.
അങ്ങനെ സണ്ണിൻ്റെ സ്പെക്ട്രം അനലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി. സണ്ണിനകത്ത് കാണുന്ന ഒരു എലമെൻറ്റ് ഏർത്തിനകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സോ ആ പർട്ടിക്കുലർ എലമെൻറ്റ് സണ്ണിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ സണ്ണിനെ വിളിക്കുന്ന ഗ്രീക്ക് നെയിമായിട്ടുള്ള ഹീലിയോസ് എന്നതിൽ നിന്ന് തന്നെ ആ എലമെൻറ്റിന് പേരിട്ടു. ആ എലമെൻറ്റിൻ്റെ പേര് ഹീലിയം എന്നായിരുന്നു. ആ ഡിസ്കവറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ it is the very first and only chemical element identified in space before being confirmed on Earth. ആദ്യമായിട്ടാണ് ഒരു കെമിക്കൽ എർത്തിലുണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് മുൻപേ തന്നെ സ്പേസിലുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പേരും കാര്യങ്ങളും ഒക്കെ ഇട്ടത്. സോ അത് ഭയങ്കര ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു മൂവായിരുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞത് എർത്തിനെ പറ്റിയിട്ടും സണ്ണിനെ പറ്റിയിട്ടും ഒക്കെ ആണെങ്കിൽ ഫിസിക്സിൻ്റെ യൂണിവേഴ്സാലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്കത് മാത്രം പോരാ. ഗാലക്സീസും അതിനപ്പുറത്തേക്കുമുള്ള അവിടെ എങ്ങനെ ഇതൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ സയൻറ്റിസ്റ്റ് നിയർ ബൈ ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ സ്പെക്ട്ര എക്സാം ചെയ്ത് നോക്കി. അപ്പോഴും എർത്തിനകത്ത് കാണുന്ന കുറേയൊക്കെ കെമിക്കൽസിൻ്റെ അതേ സിഗ്നേച്ചർ എലമെൻസിൻ്റെ അതേ കോപ്പി തന്നെയാണ് അവിടെ ഇവിടെയായിട്ട് കാണുന്നത്. സോ എല്ലാം അവിടെ പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി. ന്യൂട്ടൻ്റെ ഗ്രാവിറ്റിയുടെ ലോയെ ജസ്റ്റിഫൈ ചെയ്യുന്നത് പോലെയാണ് അവിടുത്തെ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങും. അതിൽ നിന്ന് എന്താ മനസ്സിലായേ? എത്രത്തോളം ദൂരെ ഉള്ളതാണെങ്കിൽ പോലും പലയിടങ്ങളിലായിട്ട് പല രീതിക്ക് ടെസ്റ്റ് നടത്തിയപ്പം ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ഈ ലോ തന്നെ എടുത്തു നോക്ക്, ആ ലോ അവിടെയും ഇവിടെയും എല്ലാം ആപ്ലിക്കബിൾ ആണെന്ന് മനസ്സിലായി. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എർത്തിനകത്തുള്ള കാര്യങ്ങളുടെ എല്ലാം കൗണ്ടർ പാർട്ട് അവിടെ എല്ലാം ഉണ്ട്, എല്ലായിടത്തും പോസിബിൾ ആണ്, കാണാൻ സാധിക്കും എന്നൊന്നും അല്ല. വാട്ട് മാറ്റേഴ്സ് ഇസ് എല്ലായിടത്തും ലോ ഒന്നാണ്, ആ പ്രോസസ്സ് എല്ലാം ഒന്നാണ്, അതിൻ്റെ തിയറീസ് എല്ലാം ഒന്നാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് എങ്കിൽ കൂടി അതിൻ്റെ എല്ലാം ഫങ്ഷനിങ് എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഗാലക്സിയിലുള്ള എല്ലാത്തിൻ്റെയും കൗണ്ടർ പാർട്സ് എർത്തിൽ വരുന്നില്ല എന്ന് കാണിക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഹ്യൂമറസ് ആയിട്ടുള്ള കുറച്ച് റൈറ്റിങ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്മ, 1,000,000 ഡിഗ്രി ടെമ്പറേച്ചറിലുള്ള പ്ലാസ്മ. അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അത് ഇവിടെ ഇല്ല. നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പം അതിനെ പാസ് ചെയ്യുന്നില്ല, നമ്മൾ അതിൻ്റെ മുകളിലൂടെ നടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ബ്ലാക്ക് ഹോൾ. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, രാവിലെ എണീറ്റ് പോകുമ്പോൾ അതിനെ ഹായും കൊടുത്തിട്ടല്ല നമ്മൾ പോകുന്നത്. ഇതൊക്കെയാണ് റൈറ്റർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളത് കാണുന്നോ ഇല്ല, നമ്മൾക്ക് യാതൊരുവിധ പരിചയവും ഇല്ലാത്ത സാധനങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഫിസിക്സിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ച് തന്നെയാണ് ഇതിലെ പലതും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന കാര്യം ഫിസിക്സിൻ്റെ തിയറീസിന് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഇൻറ്റർസ്റ്റെല്ലാർ നെബുലയിൽ പ്രൊഡ്യൂസ് ചെയ്ത ലൈറ്റിൻ്റെ സ്പെക്ട്രം അനാലിസിസ് നടത്തിയപ്പോഴത്തേക്കും കുറച്ച് യുണീക്കായിട്ടുള്ള എലമെൻറ്റ്സ് കണ്ടെത്തി. ആ സമയത്ത് എല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മളുടെ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആണ്, അതിനകത്ത് ഒരു ബോക്സിനകത്ത് പോലും പേരിടാത്ത ഒരു എലമെൻറ്റ് നമ്മൾ വെച്ചിട്ടില്ല, എല്ലാ എലമെൻറ്റ്സും നമ്മൾ കണ്ടെത്തി എന്നാണ് വിചാരിച്ചത്. നമ്മൾ ഫുള്ളി എല്ലാം എക്വിപ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരുന്നത്. അപ്പോഴാണ് വേറൊരു പ്രോപ്പർട്ടി ഉള്ള ഒരു എലമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഹീലിയം കണ്ടുപിടിക്കുന്നതിന് മുൻപും നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു ആലോചിച്ചത്. സണ്ണിനകത്ത് ഹീലിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നേ വരെ നമ്മൾ വിചാരിച്ചത് നമ്മളുടെ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് ആണ്, അതിനകത്ത് ഇനി ഒന്നും ആഡ് ചെയ്യാനില്ലെന്ന. അതേ അവസ്ഥ തന്നെയായിരുന്നു ഇൻറ്റർസ്റ്റെല്ലാർ നെബുലയിലെ സ്പെക്ട്രം അനാലിസിസ് നടത്തിയപ്പോഴും. സോ അത് അനാലിസിസ് നടത്തിയപ്പോഴത്തേക്കും മറ്റൊരു എലമെൻറ്റ് കണ്ടെത്തി. ആൻഡ് സയൻറ്റിസ്റ്റ് തോട്ട് they have found a brand new chemical element which is known as nebullium. നെബുലിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കണ്ടുപിടിച്ചെന്നാണ് ആ സമയത്ത് സയൻറ്റിസ്റ്റ് വിചാരിച്ചത്. പക്ഷേ നോ, അതൊരു പുതിയ എലമെൻ്റ് അല്ലായിരുന്നു. ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഓക്സിജൻ ചെന്നപ്പം ഓക്സിജന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ടായി, അത് മാത്രമാണ് നെബുലിയം എന്നവർ വിളിച്ചത്. ആക്ച്വലി ഇറ്റ് വാസ് ഓക്സിജൻ. നമുക്കറിയാവുന്ന നമ്മളുടെ പീരിയോഡിക് ടേബിളിലുള്ള ഓക്സിജൻ തന്നെയായിരുന്നു. പക്ഷേ സ്പേസിൽ എന്തൊക്കെയോ ചേഞ്ചസ് ആ ഓക്സിജന് വന്നിട്ട് അത് അത്തരത്തിലുള്ളൊരു പ്രോപ്പർട്ടി കാണിച്ച് നമ്മളെ തന്നെ അങ്ങ് പറ്റിച്ചതാണ്, അത് നെബുലിയോ അല്ലായിരുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലായി സയൻസ് എന്ന് പറയുന്ന കാര്യം ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻസിലൂടെയും ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കും. നമുക്ക് അറിയാത്ത എലമെൻറ്റ്സ് പലതും കാണുമായിരിക്കാം, പക്ഷേ സ്റ്റിൽ ഫിസിക്സ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ തിയറി എന്ന് പറയുന്നത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട്.
ഇനി ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. അന്യഗ്രഹ ജീവികൾ, ഏലിയൻസിനെ നമ്മൾ കാണുമെന്ന് വെച്ചോ. നമുക്കും അവർക്കും ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും. കൾച്ചർ മാത്രമല്ല, വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ ഇംഗ്ലീഷ് അവർക്ക് അറിയണം എന്നില്ലല്ലോ. അവർ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജേ കാണത്തില്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ഹാൻഡ് ഷേക്ക്. നമ്മൾ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്ന രീതിയിലായിരിക്കും. നമ്മൾ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ വേറൊരു കൾച്ചറിൽ ചെന്നിട്ട്, ചിലപ്പം ഏലിയൻ കൾച്ചറിൽ ഇത് അബ്യൂസീവായിട്ടുള്ള, ഒഫെൻസീവായിട്ടുള്ള ഒരു ജെസ്റ്റർ അല്ലെന്ന് ആരറിഞ്ഞു? നമുക്കറിയത്തില്ല. അത് അവരുടെ വേറെ കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ കൾച്ചറും കസ്റ്റംസും എല്ലാം ഡിഫറെൻ്റ് ആയെടുത്ത് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്ട്സ് തന്നെയായിരിക്കും. എല്ലായിടത്തും ഒരേ സയൻസ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സയൻസാണ് ബെസ്റ്റ് ലാംഗ്വേജ് പോസിബിൾ. പയനിയർ, വോയേജർ എന്നൊക്കെ പേരിലുള്ള കുറച്ച് മിഷൻസ് ഉണ്ടായിരുന്നു. ഏലിയൻസിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ്, അവരുടെ കസ്റ്റംസ്, അവരുടെ സെൻസറി ഓർഗൻസ് എങ്ങനെ വർക്ക് ചെയ്യുക, ഇതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനായിരുന്നു വോയേജറും പയനിയറും. ആൻഡ് ഇറ്റ് ക്യാരിഡ് ഗോൾഡൻ പ്ലാക്സ്. ഗോൾഡൻ പ്ലാക്സ് എന്ന് പറയുമ്പോൾ ഗോൾഡൻ കളറിലുള്ള പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ പ്ലേറ്റ്സിനകത്ത് പിക്ടോഗ്രാം ഉണ്ടായിരുന്നു. നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് പിക്ചർ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ പിക്ചേഴ്സിനകത്ത് എന്താണ്, അല്ലെങ്കിൽ പ്ലാക്കിനകത്ത് എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കീ സയൻറ്റിഫിക് ഇൻഫോർമേഷനാണ്. ഹൈഡ്രജൻ്റെ ആറ്റത്തിനെ പറ്റിയിട്ടും എർത്തിനെ പറ്റിയിട്ടും സോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഇങ്ങനത്തെ കുറച്ച് സയൻറ്റിഫിക് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചു. ഏലിയൻസിൻ്റെ ഇടയിലുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ റിസർച്ച് നടത്തിയിട്ട് അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, അവർക്ക് എന്താണ്, അവരുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടും അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ സ്പേസിൽ കൊണ്ടുപോയത്. ഇതുപോലുള്ള സയൻറ്റിഫിക് ഡേറ്റ മാത്രമല്ല അവർ കൊണ്ടുപോയത്, കുറച്ച് വോയിസിൻ്റെ സാമ്പിൾ ഒക്കെ കൊണ്ടുപോയായിരുന്നു. ലൈക്ക് ഹ്യൂമൻ വോയിസ്, അതുപോലെ തന്നെ വെയിലിൻ്റെ സൗണ്ട്, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്, ബിത്തോവൻ്റെ ആണെങ്കിലും റാപ്പ് കൈൻഡ് ഓഫ് ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് മ്യൂസിക്കിൻ്റെ സാമ്പിൾസും ഒക്കെ കൊണ്ടാണ് അവർ പോയത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഏലിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഈ ഏലിയൻസിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഏലിയൻസിന് ചെവിയുണ്ട്, അത് കേൾക്കും എന്നുള്ള അസംപ്ഷൻ്റെ പുറത്താണ് നമ്മൾ കൊടുക്കുന്നത്. ചെവിയില്ലാത്ത, കേൾക്കാൻ സാധിക്കാത്ത കുറച്ച് ആൾക്കാരാണ് ഏലിയൻസ് എങ്കിൽ ഇതൊന്നും പോസിബിൾ അല്ല. അവർക്ക് സെൻസേഷനൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം ഒരു യൂസും ഇല്ലാണ്ടായി പോകും. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡേറ്റയൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് സർ ഐസക് ന്യൂട്ടൺ, ജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതാണ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സിനെ പറ്റിയിട്ട്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ജിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കാലക്രമേണ വന്നുകൊണ്ടിരുന്നാലോ, അപ്പം മൊത്തത്തിലുള്ള ചേഞ്ചസ് അവിടെ എല്ലാം വിസിബിൾ ആവും. എന്തായാലും ഇതുവരെയുള്ള എക്സ്പെരിമെൻറ്റ്സിലൊന്നും അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് കണ്ടെത്താനായിട്ടില്ല. ഇനി അടുത്തതായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിൻ്റെ സ്പീഡിനെ കടത്തി വെട്ടാനായിട്ട് പല ശ്രമങ്ങളും എക്സ്പെരിമെൻസും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ലൈറ്റ് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് അതാണ് എക്സ്ട്രീം ലെവൽ. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അതിനെ കടത്തി വെട്ടാനായിട്ട് ഒന്നും തന്നെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ആൻഡ് ഹെൻസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ട്രൂ ഫിസിക്കൽ ലിമിറ്റ്. ആ ലിമിറ്റിനെ കടന്നിട്ട് ഒന്നും ഇതുവരെ പോയിട്ടില്ല. നമ്മൾ നാച്ചുറൽ ഫിനോമിന എന്ന് വിചാരിക്കുന്ന പല ഇവൻറ്റ്സും പല ഇൻസിഡൻസും അതിനെ കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ഫിസിക്കൽ ലോസ് അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ആ ഫിനോമിന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കൈൻഡ് ഓഫ് ഇവൻറ്റ്സിനെയും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ ലോസിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഷൂമേക്കർ ലെവി 9 എന്ന് പറയുന്ന കോമറ്റ് ജൂപ്പിറ്ററിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് ഒരു കൊളീഷൻ ഉണ്ടായി. അത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഫിസിക്സിൽ ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്.
സെർട്ടൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിനുള്ളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചില ഫീച്ചേഴ്സ് റിമൈൻ ചെയ്യും അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് റിമൈൻ ചെയ്യും എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കുറച്ച് കൺസർവേഷൻ ലോസ് ഉണ്ട്. അത് 3 എണ്ണമുണ്ട്. ഫസ്റ്റ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ മാസോ എനർജിയോ നമുക്ക് പുതുതായിട്ടൊരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഉള്ളതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളതാണ് ഫസ്റ്റ് കൺസർവേഷൻ ലോ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അൺടിൽ ഓർ അൺലെസ് ആക്റ്റഡ് അപ്പോൺ ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് വരുന്നതിന് മുൻപേ വരെ അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് ഇല്ലാത്ത പക്ഷം അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. തേർഡ് വൺ ഈസ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ടോട്ടൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നതും എപ്പോഴും കോൺസ്റ്റൻ്റ് തന്നെയായിരിക്കും. പിന്നീട് പറയുന്നുണ്ട് ഫിസിക്കൽ ലോസ് അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോസിൻ്റെ സക്സസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറയുമ്പോഴും ചില അൺറിസോൾവ്ഡ് ആയിട്ടുള്ള മാറ്റേഴ്സും ഉണ്ട്. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പല പല കാര്യങ്ങളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ മിസ്റ്റീരിയസ് സബ്സ്റ്റൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾമോസ്റ്റ് 90% ഓഫ് യൂണിവേഴ്സ് മാസ്. യൂണിവേഴ്സിൻ്റെ മാസിൻ്റെ 90%ഉം ഡാർക്ക് മാറ്ററിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി മറ്റൊരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല എക്സെപ്റ്റ് വിസിബിൾ ആയിട്ടുള്ള മാറ്ററിനകത്ത് അത് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ എഫക്റ്റിനെ പറ്റിയിട്ടല്ലാണ്ട് നമുക്ക് വേറൊരു കാര്യവും അതിനെ പറ്റിയിട്ട് വലിയ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല. അത് മാത്രം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നത്. ഒരിക്കലും ലൈറ്റ് എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ റിഫ്ലക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഡാർക്ക് മാറ്റർ ഇൻവിസിബിൾ ആയിട്ട് തന്നെ സ്റ്റേ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റഡി അബൌട്ട് ദിസ് പെർട്ടിക്കുലർ എലമെൻറ്റ്. ഇത്രയും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് സയൻറ്റിസ്റ്റിന് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനടുത്തായിട്ടുള്ള ഗാലക്സീസിന് വരുന്ന ചേഞ്ചസ് അത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അറിഞ്ഞത്. മേ ബി ചിലപ്പം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തുള്ള പല എലമെൻസും വെച്ചിട്ടായിരിക്കണം ചിലപ്പോൾ ഈ ഡാർക്ക് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സർ ഐസക് ന്യൂട്ടനും അദ്ദേഹത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ടുള്ള ലോസിനെ പറ്റിയിട്ടും. അതുപോലെ തന്നെയാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന തിയറി ഐൻസ്റ്റീൻ കൊണ്ടുവന്നത്. ഐൻസ്റ്റീൻ ഈ കൊണ്ടുവന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് മാറി. ഐസക് ന്യൂട്ടൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് അതിനെ പറ്റിയുള്ള എക്സ്ട്രാ ഇൻഫോർമേഷൻ ആയിരുന്നു ഐൻസ്റ്റീൻ തന്നത്. ഹീ സെഡ് ദാറ്റ് ഗ്രാവിറ്റി ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 മാസസ്. 2 മാസസിനിടയിലുള്ള ഫോഴ്സ് മാത്രമായിരുന്നില്ല ഗ്രാവിറ്റി. ഫോഴ്സ് അല്ല എന്നല്ല പറയുന്നത്, ഫോഴ്സ് മാത്രമായിരുന്നില്ല. പ്ലസ് അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ കർവേച്ചർ ഓഫ് സ്പേസ് ടൈം ഇറ്റ് സെൽഫ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മാസ് ആൻഡ് എനർജി ഓഫ് ഒബ്ജക്റ്റ്. സ്പേസ് ടൈമിൻ്റെ കർവേച്ചറും കൂടെ ഉണ്ടായിരുന്നു. അതിനകത്ത് അഡീഷണൽ ആയിട്ട് മാസും എനർജിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കർവേച്ചർ ഓഫ് സ്പേസ് ടൈമും കൂടെ ആയിരുന്നു ഗ്രാവിറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കകത്ത് പറയുന്നത്. ഇത് രണ്ടും, അതായത് സർ ഐസക് ന്യൂട്ടൻ്റെ തിയറി ആണെങ്കിലും ഐൻസ്റ്റീൻ്റെ തിയറി ആണെങ്കിലും രണ്ടും ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഈ 2 തിയറീസും നമുക്ക് കാണാൻ പറ്റുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് ഒക്കേഷൻസിലാണ്. ഒന്നാമത്തെ കാര്യം ഐസക് ന്യൂട്ടൻ്റെ കാര്യമാണെങ്കിൽ അത് നമ്മുടെ ഓൺ എ ഡെയിലി ബേസിസ് നമ്മൾ കാണുന്ന പല കാര്യങ്ങൾക്കും എക്സാമ്പിളായിട്ട് വരും. ഇനി അടുത്തത് വരുന്നത് ഐൻസ്റ്റീൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയുള്ള അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പം അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കാണാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള യൂണിവേഴ്സൽ ഫിനോമിനയൊക്കെ പറ്റി സംസാരിക്കുമ്പം നമുക്ക് അവിടെയാണ് എക്സാമ്പിൾസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. രണ്ടും നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് ഹി ഓൾസോ ആഡ്സ് ദാറ്റ് സയൻറ്റിഫിക് ഡിബേറ്റ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് പലരും പല രീതിക്കായിരിക്കും, അവിടെ പല പല തർക്കങ്ങളും ഡിബേറ്റുകളും ഒക്കെ കാണും. പക്ഷേ വൺസ് എ ലോ ഈസ് ഫോംഡ്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ലോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് അവിടെ ആ തർക്കം വരത്തില്ല. ആ ലോയിനെ പറ്റി മാത്രമായിരിക്കും അവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ ലോയെ എങ്ങനെ വേറൊരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. വേറൊരു രീതിയിൽ അവിടെ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ലോ എന്ന് പറയുന്നത് എക്സ്പെരിമെൻസിലൂടെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള, ഒന്ന് സബ്ജക്റ്റീവ് ഒന്ന് ഒബ്ജക്റ്റീവാണ്. എക്സ്പെരിമെൻസിലൂടെ കണ്ടെത്തുന്ന കാര്യം ഒബ്ജക്റ്റീവാണ്. നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് സബ്ജക്റ്റീവ്. അതിന് സയൻസിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പേഴ്സണൽ ഒപ്പീനിയൻ അവിടെ എടുക്കത്തേയില്ല. അവിടെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സയൻറ്റിസ്റ്റ് എപ്പോഴും ഒബ്ജക്റ്റീവായിട്ടുള്ള ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. തൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് കോട്ട് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഫിസിക്സിൻ്റെ ലോ ആപ്ലിക്കബിൾ ആയത് എന്നുള്ള കാര്യം അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. കാലിഫോർണിയയിലുള്ള ഒരു ഡെസേർട്ട് ഷോപ്പിൽ അദ്ദേഹം ഓർഡർ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഹോട്ട് കൊക്കോയും വിപ്ഡ് ക്രീമും. അങ്ങനെ വെയിറ്റർ സാധനം കൊണ്ട് സെർവ് ചെയ്തു. ആൻഡ് ദ ഓതർ ഡിഡ്ന്റ് സീ എനി കൈൻഡ് ഓഫ് സൈൻസ് റിലേറ്റഡ് ടു വിപ്ഡ് ക്രീം. വിപ്ഡ് ക്രീം അതിനകത്ത് യൂസ് ചെയ്തതായിട്ട് ഒരു സൈനും ഇല്ല. അപ്പം വെയിറ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വിപ്ഡ് ക്രീമും കൂടെ ആണല്ലോ പറഞ്ഞത്, വേർ ഈസ് മൈ വിപ്ഡ് ക്രീം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ചിലപ്പം ഈ വിപ്ഡ് ക്രീം ഇതിനുള്ളിലേക്ക് മുങ്ങിപ്പോയി കാണും സർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓതർ പറഞ്ഞു, അതൊരിക്കലും പോസിബിൾ അല്ല, വിപ്ഡ് ക്രീം ഉള്ളിലേക്ക് പോകാനായിട്ട് സാധ്യമല്ല. എന്നിട്ട് ഓതർ പറഞ്ഞു, ഇതിന് 2 ചാൻസസ് ഉണ്ട്. ഒന്നാമത്തെ ചാൻസ് എന്ന് പറഞ്ഞത് ഈ വെയിറ്റർ വിപ്ഡ് ക്രീം അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് മറന്നുപോയി, അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. സെക്കൻഡ് തിങ് ഈസ്, എർത്തിൽ ബാക്കി എല്ലാ സ്ഥലം എക്സെപ്റ്റ് ദിസ് ഡെസേർട്ട് ഷോപ്പ്, ബാക്കി എല്ലായിടത്തും ഫിസിക്സിൻ്റെ ഒരു ലോയും ഈ ഷോപ്പിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോയും ആയിരിക്കാം. എന്ന് വെച്ചാൽ വിപ്ഡ് ക്രീം എന്ന് പറയുന്നത് ഡെൻസിറ്റി കുറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൊക്കോയിൻ്റെ അടിയിലേക്ക് ഒരു കാരണവശാലും ഈ വിപ്ഡ് ക്രീം പോവത്തില്ല. അപ്പം മിക്കവാറും വെയിറ്റർ പറയുന്നത് ശരിയാണ്, താൻ അതിനകത്ത് വിപ്ഡ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടും മിക്കവാറും ഈ ഡെസേർട്ട് ഷോപ്പ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഫിസിക്സിൻ്റെ ഒരു ലോയും ഡെസേർട്ട് ഷോപ്പിൽ ചിലപ്പം ഫിസിക്സിൻ്റെ വേറൊരു ലോയും ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്. എന്തായാലും പ്രശ്നം സോൾവ് ചെയ്യണമല്ലോ. അതുകൊണ്ട് വെയിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും കൂടെ ഈ ഹോട്ട് കൊക്കോ എൻ്റെ കയ്യിലുണ്ട്, ഇനി എന്തായാലും വിപ്ഡ് ക്രീമും കൂടെ കൊണ്ടുപോകാം, എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആ വിപ്ഡ് ക്രീം ഒന്ന് പ്ലേസ് ചെയ്യുക, അപ്പം നമുക്ക് തെളിയുമല്ലോ. അങ്ങനെ വിപ്ഡ് ക്രീം പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടന്നു. വിപ്ഡ് ക്രീം ഇതിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫിസിക്സിൻ്റെ ലോ അപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് എനിക്ക് തെളിയിക്കാൻ പറ്റിയത്. കാരണം ഡെൻസിറ്റി കുറഞ്ഞ ഒരു കാര്യം ഡെൻസിറ്റി കൂടിയതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് മുങ്ങിപ്പോകത്തില്ല, അത് പൊങ്ങി തന്നെ കിടക്കും എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ റൂള് തന്നെയാണ്. അതേ ലോ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ സോൾവ് ചെയ്തതും. That's all about this article. Thank you.